LDFിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് 2026 എറണാകുളം ജില്ല ഉണ്ടായാൽ പോലും അവർക്ക് 2 സീറ്റിൽ കൂടുതൽ നിർത്താൻ കഴിയില്ല. കാരണം അപ്പോഴും ഈ പറയുന്ന പോലെ 11-12 സീറ്റ് UDFന് ലഭിക്കും. കാരണം എറണാകുളം ജില്ല എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് UDFിൻ്റെ കേന്ദ്രമാണ്. കോട്ടയം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ CPMന് വലിയൊരു വളർച്ചയും CPMന് വലിയ സംഘടനാ സംവിധാനമൊക്കെ ഉണ്ടെങ്കിലും എറണാകുളം ജില്ല എന്ന് പറയുന്നത് എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളാണ്. കൊച്ചി നഗരമല്ല, നമ്മുടെ ഈ കാക്കനാട് തൊട്ട് അങ്ങോട്ടുള്ള സംഭവം. അവിടെയെന്ന് വെച്ചാൽ എന്താ സംഭവം വെച്ചാൽ യാക്കോബായ ക്രൈസ്തവ വിഭാഗവും സിറിയൻ ക്രൈസ്തവരുമാണ് പ്രാമുഖ്യം. കാരണം പിറവം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, കോതമംഗലം, അങ്കമാലി ഈ 5 നിയോജകമണ്ഡലങ്ങളാണ് കിഴക്കൻ പ്രദേശം മുഴുവൻ കിടക്കുന്നത്. ഈ കിഴക്കൻ പ്രദേശത്തിൽ യാക്കോബായ വിഭാഗ ക്രൈസ്തവരും പിന്നെ സിറിയൻ ക്രിസ്ത്യാനികൾ എന്ന് വെച്ചാൽ സിറിയൻ കത്തോലിക്കരുമാണ് ഏറ്റവും പ്രാമുഖ്യമുള്ളത്. ഇവർ ബേസിക്കലി ബോൺ ആൻറ്റി കമ്മ്യൂണിസ്റ്റുകളാണ്. ഇപ്പോഴാണ് നമ്മൾ ഈ ഇപ്പോഴുള്ള നേതാക്കൾ MP മോൻ അങ്ങനെ കുറച്ച് മോനായി ഇപ്പോൾ വന്നെങ്കിലും അടിസ്ഥാനപരമായിട്ട് കാർഷിക സമൂഹം എന്നുള്ള നിലയിൽ കാർഷിക സമൂഹം എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ കാർഷിക സമൂഹം, ഒരു ജന്മിത്ത അല്ലെങ്കിൽ ആ ഒരു ലാൻഡ് ഓണേഴ്സ് എന്ന് പറയുന്ന ആ രീതിയിലുള്ള കാർഷിക സമൂഹം ആയതുകൊണ്ട് അവർക്ക് കമ്മ്യൂണിസ്റ്റുകാരെ ഒരിക്കലും സഹിക്കാൻ പറ്റിയിരുന്നില്ല. രണ്ടാമത് യാക്കോബായ സഭ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പരമ്പരാഗത സഭയാണ്. അവരൊരിക്കലും അവർ നേതാക്കൾ അതിൽ നിന്ന് പലരും ഉണ്ടായിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് യാക്കോബായ സഭയ്ക്കും അല്ലെങ്കിൽ പറയുന്ന സിറിയൻ കത്തോലിക്കർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ഇടതുപക്ഷത്തോടും താല്പര്യമില്ല. കാരണം അവരുടെ രാഷ്ട്രീയ നീഡുകൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആവശ്യങ്ങളോ സാമൂഹിക ആവശ്യങ്ങളോ നിറവേറ്റാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യം അവർക്കില്ലായിരുന്നു.